ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പോപ്സിക്കിൾ ആണ്. രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പൈനാപ്പിൾ പോപ്സിക്കിൾ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. അതായത് ഒരു വലിയ പൈനാപ്പിളിൻ്റെ നേർപകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ തന്നെ ഞാൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അരിഞ്ഞ് കിട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. പൈനാപ്പിളിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. ഇനി ആവശ്യമുണ്ടെന്ന് തോന്നിയാലും ഒന്ന് അരച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല മധുരമുള്ള പൈനാപ്പിളാണ്, അതുകൊണ്ട് 1/4 കപ്പ് തന്നെ ധാരാളമാണ്. അപ്പോൾ മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇതിന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഒട്ടും തന്നെ പൈനാപ്പിൾ വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്ത്. എന്നിട്ടും കണ്ടോ ഇത്രയധികം വെള്ളം വന്നു. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കുന്നില്ല, ഇത്രയും തന്നെ മതി. ഇനി ചെയ്യേണ്ടത് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. കാരണം ഇതിനകത്ത് ചെറിയ തരികളൊക്കെ കാണുന്നുണ്ട്. അത് തന്നെയല്ല, ഈ പൈനാപ്പിളിൽ ചെറിയ നാരും അതേപോലെ ചെറിയ മുള്ളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതോടുകൂടി പോപ്സിക്കിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ നമ്മൾ കഴിക്കുന്ന സമയത്ത് വായിൽ വരും. അപ്പോൾ അതുകൊണ്ട് അതങ്ങ് അരിച്ചെടുത്ത് മാറ്റി കളയുന്നതാണ് നല്ലത്. കണ്ടോ, ഇതുപോലെ കുറച്ച് വേസ്റ്റ് വന്നിട്ടുണ്ട്, ഇതങ്ങ് കളയാം. അപ്പോൾ നമ്മളുടെ പൈനാപ്പിൾ പോപ്സിക്കിൾ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിന്ന് പോപ്സിക്കിൾ ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ ഒരു മോൾഡിലാണ്. അപ്പോൾ ഈ ഒരു മോൾഡ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു സ്റ്റിക്കും കിട്ടും. കണ്ടോ, ഇതങ്ങ് ഇങ്ങനെ അങ്ങ് അടച്ച് വെക്കാം. കണ്ടോ, അപ്പോൾ ഇങ്ങനത്തെ മോൾഡ് ഇല്ലെന്നും പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. മോൾഡിന് പകരം നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സോ അല്ലെങ്കിൽ പേപ്പർ ഗ്ലാസ്സോ സ്റ്റീൽ ഗ്ലാസ്സിലോ ഒക്കെ ചെയ്യാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഈ ഓരോരോ കുഴിയിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇത് ഈ ഒരു സ്റ്റിക്ക് കൊണ്ട് തന്നെ അങ്ങ് അടച്ചു വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്റ്റിക്ക് തന്നെ ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മളുടെ പോപ്സിക്കിൾ സ്റ്റിക്ക് ഉണ്ടല്ലോ, വുഡൻ സ്റ്റിക്ക്, ഐസ്ക്രീമിനും ചോക്കോബാറിനും ഒക്കെ കാണുന്നത്, അതുകൊണ്ടാണെങ്കിലും കുത്തി കൊടുക്കാം. കേട്ടോ, ഇതാണെങ്കിലും ഈ ഒരു മോൾഡിൽ ഉപയോഗിക്കാം. ഇതാണ് വെക്കുന്നെങ്കിൽ അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തിട്ട് വേണം ഇത് കുത്തി കൊടുക്കാനായിട്ട്. പിന്നെ പേപ്പർ ഗ്ലാസ്സോ അല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ്സോ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഒരു പോപ്സിക്കിൾ സ്റ്റിക്ക് കൊണ്ട് തന്നെ വേണം കുത്തി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രീസറിലേക്ക് വെക്കാം. ഇത് കുറഞ്ഞതൊരു 6 മണിക്കൂറെങ്കിലും വെക്കണം. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റ് ആണ് വെക്കുന്നത്. നമ്മൾ എത്ര കൂടുതൽ സമയം വെക്കുന്നു അത്രയും നല്ലതാണ്. ഇതിപ്പോൾ അടുത്ത ദിവസമായിട്ടുണ്ട്, ഞാനിത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഐസൊക്കെ നന്നായിട്ട് ഇത് പിടിച്ച് സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളിത് വലിച്ചെടുക്കാൻ നോക്കിയാൽ കിട്ടത്തില്ല, സ്റ്റിക്ക് മാത്രം കൈ കിട്ടും. അപ്പോൾ അതിനായിട്ട് ഇതൊന്ന് കുറച്ച് നേരം വെള്ളത്തിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ആ മോൾഡ് അങ്ങ് ഇറക്കി വെക്കാം. അപ്പോൾ ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് അലുത്ത് പോകും. അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ഒരു 4-5 സെക്കൻഡ് ഇങ്ങനെ ചരിച്ചൊക്കെ ഒന്ന് കൊടുക്കണം. ഒരു 4-5 സെക്കൻഡ് മാത്രം ഇങ്ങനെ വെള്ളത്തിൽ വെച്ചാൽ മതി. ഇനി ഇത് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. അതിനുശേഷം കണ്ട പയ്യെ അങ്ങ് വലിച്ചു കൊടുത്താൽ മതി. ഒരുപാടങ്ങ് വെള്ളത്തിലൊക്കെ വലിച്ചു കഴിഞ്ഞാൽ സ്റ്റിക്ക് ഒരു കയ്യിലിരിക്കും, പോപ്സിക്കിൾ അവിടെ ഇരിക്കും. അതുകൊണ്ട് പയ്യെ വേണം വലിച്ചു കൊടുക്കാനായിട്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പോപ്സിക്കിൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 2 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു പോപ്സിക്കിൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പൈനാപ്പിളിന് പകരം വേറെ എന്ത് ഫ്രൂട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കിയിട്ടും ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഈ ഒരു പോപ്സിക്കിൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.